Okay. Okay, guys. അപ്പൊ ഇന്ന് സ്ലാങ്ങിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോണേ. അതിന്റെ ആദ്യത്തെ 2 സ്റ്റെപ്പിനെ പറ്റി. അപ്പൊ ഒരു കമ്പൈലറിന് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ ഏരിയയിൽ അധികം എക്സ്പെർട്ടീസ് ഇല്ല. അപ്പൊ ഇതിനകത്ത് തെറ്റുകൾ ഉണ്ടാവും. അപ്പൊ അത് ഓഡിയൻസ് തിരുത്തുക. അപ്പൊ ഒരു കമ്പൈലറിന് മെയിൻ ആയിട്ട് 2 പാർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും. അപ്പോ സോഴ്സ് കോഡിനെ പാർസ് ചെയ്ത് AST ഉണ്ടാക്കുന്ന ഭാഗത്തിനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. AST വിസിറ്റ് ചെയ്തിട്ട് മെഷീൻ കോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്തിന് ബാക്ക് എൻഡ് എന്നും പറയും. അപ്പോ എന്താണ് AST? അപ്പോൾ സോഴ്സ് കോഡിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ട്രീ സ്ട്രക്ചറിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറിനെയാണ് AST എന്ന് പറയുന്നത്, അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീ എന്ന് പറയുന്നത്. അപ്പോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പൊതുവെ ഹൈറാർക്കിക്കലാണ്. നമ്മൾ സീക്വൻഷ്യലായിട്ട് താഴത്തേക്കാണ് കോഡ് എഴുതുന്നുണ്ടെങ്കിൽ ഹൈറാർക്കിക്കലായിട്ടാണ് അത് നമ്മുടെ സോഴ്സ് കോഡ് ശരിക്കും റീഡ് ആവണത്, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ആവണത്. അപ്പോ ഇതേപോലത്തെ ഹൈറാർക്കിക്കൽ ആയിട്ട് നേച്ചറുള്ള ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ സ്ട്രക്ചർ ട്രീ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു പ്രോഗ്രാമിന്റെ സോഴ്സ് കോഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ട്രീ ഉപയോഗിക്കുന്നത്. നമുക്കിനി ഇതൊരു C#ലെ ഒരു കൺസോൾ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് കോഡ് എഴുതി നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മള് AST-നെയാണ് മോഡൽ ചെയ്യാൻ പോണേ. ജസ്റ്റ് ഫയൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. AST.cs. സോറി. അപ്പോ ആദ്യം റൺ ടൈം കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ക്ലാസ്സിന്റെ റിലവൻസ് എന്താണെന്ന് പിന്നീട് യൂസ് ചെയ്യുള്ളൂ. തൽക്കാലം ഈ ക്ലാസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവിടെയൊക്കെ നൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോഡ് എഴുതുക. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മെയിൻ ആയിട്ട് 2 ടൈപ്പ് സാധനങ്ങളാണ് ഉള്ളത്. ഒന്ന് സ്റ്റേറ്റ്മെന്റ്സും 2 എക്സ്പ്രഷൻസും. അതില് സ്റ്റേറ്റ്മെന്റ്സ് നമ്മളൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് എക്സിക്യൂട്ട് ചെയ്യണത്. ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് ഒരു വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യം ഒരു എക്സ്പ്രഷൻ നമുക്ക് മോഡൽ ചെയ്യാം. പബ്ലിക് അബ്സ്ട്രാക്ട് ക്ലാസ് എക്സ്പ്രഷൻ. ഞാൻ പറഞ്ഞ പോലെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ ആയിരിക്കും പ്രൊഡ്യൂസ് ആവണം. അപ്പോ അത് ആ വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് എഴുതാം. പബ്ലിക് അബ്സ്ട്രാക്ട് ഡബിൾ ഇവാലുവേറ്റ്. ഇത് ഒരു റൺ ടൈം കോണ്ടെക്സ്റ്റിനെയാണ് എടുക്കുക ആർഗ്യുമെന്റ് ആയിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ലാംഗ്വേജിലെ എല്ലാ എക്സ്പ്രഷൻസിന്റെയും ബേസ്. ഇനി 3 തരം എക്സ്പ്രഷൻസ് ആണ്. ഇനി ആദ്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റർ ആണ്. അതായത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ടാവില്ലേ, ഇപ്പൊ 1+2 ഇല്ലെങ്കിൽ ബ്രാക്കറ്റിന്റെ ഉള്ളില് 3x4/8 ഇതേപോലത്തെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് സ്ട്രിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ എൻഡ് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന
ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റർ ആണ് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇത് ചെയ്യാനായിട്ടും 3 തരം എക്സ്പ്രഷൻസ് ആവശ്യമായിട്ട് വരും. ഒന്ന് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂമറിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ആവശ്യമായിട്ട് വരും. പിന്നെ -2 ഇല്ലെങ്കിൽ ഒരു എക്സ്പ്രഷന് പ്ലസോ മൈനസോ ഉപയോഗിച്ചിട്ട് സൈൻ മാറ്റുന്ന യൂണറി എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പ്രഷൻ യൂസ് ചെയ്യേണ്ടി വരും. പിന്നീട് 2 ഓപ്പറേറ്ററിനെ വെച്ചിട്ട് നമുക്ക് 2 എക്സ്പ്രഷൻസ് ഉണ്ടാവും. ആ 2 എക്സ്പ്രഷൻസിന് ആഡോ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡിവിഷനോ സബ്ട്രാക്ഷനോ ചെയ്യാനായിട്ട് പറ്റുന്ന ബൈനറി എക്സ്പ്രഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ബൈനറി എക്സ്പ്രഷൻ എന്നൊരു ക്ലാസ് ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ കാണിച്ചേക്കുന്ന 2 ന്യൂമറിക് കോൺസ്റ്റൻസിന് ഇവിടെ വരുമ്പോൾ ബൈനറി എക്സ്പ്രഷന്റെ 2 ഓപ്പറാൻസ് ന്യൂമറിക് കോൺസ്റ്റൻസ് ആണ്, നടുക്ക് ഓപ്പറേറ്റർ പ്ലസ് ആണ്. ഇവിടെ വരുമ്പോ ഈ ബൈനറി എക്സ്പ്രഷന്റെ ഈ ഔട്ടർ ബൈനറി എക്സ്പ്രഷന്റെ 2 ഓപ്പറാൻസ് എന്ന് പറയുന്നത് ഇതൊരു എക്സ്പ്രഷൻ ആണ്, ഇത് ഒരു ബൈനറി എക്സ്പ്രഷൻ ആണ്. ഈ 2 ബൈനറി എക്സ്പ്രഷന്റെ കൂടെ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഈ ഔട്ടർ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ ആദ്യം ന്യൂമറിക് കോൺസ്റ്റന്റ് നോക്കാം നമുക്ക്. പബ്ലിക് ക്ലാസ് ന്യൂമറിക് കോൺസ്റ്റന്റ്. നമുക്ക് പേര് പറഞ്ഞ പോലെ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു നമ്പർ ആയിരിക്കും വേണ്ടത്. ഡബിൾ നമ്പർ ഇതൊരു എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക, ഇപ്പൊ ഒരു എറർ കിട്ടും. അബ്സ്ട്രാക്ട് ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരു ന്യൂമറിക് കോൺസ്റ്റന്റ് വാല്യൂവേറ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പോണത് ആ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും. അപ്പൊ നമുക്കിവിടെ റിട്ടേൺ നമ്പർ എന്ന് എഴുതാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് ന്യൂമറിക് കോൺസ്റ്റന്റ്. ജസ്റ്റ് ഒരു വാല്യൂ ആണ് അതിന് പാരാമീറ്റർ ആയിട്ടുള്ളത്. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോണത് ആ വാല്യൂ എത്രയാണോ അത് തന്നെയാണ്. ഇനി യൂണറി എക്സ്പ്രഷനും ബൈനറി എക്സ്പ്രഷനും മോഡൽ ചെയ്യാം. അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഓപ്പറേറ്റേഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആദ്യം ഓപ്പറേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അതൊരു ഇനമായിരിക്കും. ഓപ്പറേറ്റർ പ്ലസ് മൈനസ് ഇനി യൂണറി എക്സ്പ്രഷൻ യൂണറി എക്സ്പ്രഷന് 2 സാധനമാണ് ഉണ്ടാവുക. ഒരു എക്സ്പ്രഷനും ഉണ്ടാവും, ഒരു ഓപ്പറേറ്ററും ഉണ്ടാവും. ഇപ്പൊ -1 എന്ന് പറയുമ്പോൾ അവിടെ ഒരു നമ്പറും ഉണ്ട്, ഇല്ലെങ്കിൽ മൈനസ് ഓഫ് 1+2 അവിടെ 1+2 എന്ന് പറഞ്ഞ എക്സ്പ്രഷനും ഉണ്ട്, മൈനസ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്ററും ഉണ്ട്. അപ്പോ ഒരു എക്സ്പ്രഷനും ഉണ്ട്, ഒരു ഓപ്പറേറ്ററും ഉണ്ട്. അത് നമുക്ക് ഫീൽഡ്സ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് അസൈൻ ചെയ്ത് വെക്കാം. ഒരു ബൈനറി എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോണത് സോറി, ഒരു യൂണറി എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോണത് അതിന്റെ സൈൻ അനുസരിച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും. അപ്പൊ സൈൻ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പ്രഷന്റെ വാല്യൂ എന്താണോ അതിന്റെ സൈൻ പ്ലസ് ആക്കിയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുക. മൈനസ് ആണെങ്കിൽ മൈനസ് ആക്കിയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പൊ നമുക്കിവിടെ സ്വിച്ച് ചെയ്യാം. സ്വിച്ച് ഓൺ OP
ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ബൈനറി ഓപ്പറേഷൻ ആണ്. അതായത് യൂണറി ഓപ്പറേഷൻ ആയിട്ട് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ബേസിക്കലി രണ്ട് ഓപ്പറേറ്റർ വേണം ഈ രണ്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലീഗൽ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ത്രോ എഴുതുക. ഓക്കെ, പ്ലസ് ആണെങ്കിൽ റിട്ടേൺ പ്ലസ് നമ്മുടെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതിന് പ്ലസ് സൈൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ റൺ ടൈം കോണ്ടെക്സ്റ്റ് നമുക്ക് ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ എന്താണോ അതിന് നെഗറ്റീവ് വാല്യൂ അപ്ലൈ ചെയ്തിട്ടായിരിക്കും റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിയർ എക്സ്പ്രഷൻ. അടുത്തത് ബൈനറി എക്സ്പ്രഷൻ മോഡൽ ചെയ്യാം. അപ്പൊ ബൈനറി എക്സ്പ്രഷൻ രണ്ട് എക്സ്പ്രഷനും ഉണ്ടാവും, ഒരു ഓപ്പറേറ്ററും ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് എക്സ്പ്രഷൻ, സെക്കൻഡ് എക്സ്പ്രഷൻ, ഓപ്പറേറ്റർ, ഇത് മൂന്നും ഒരു ഫീൽഡിലേക്ക് അസൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഓക്കെ, ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ബൈനറി എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത പോലെയാണ്. നമുക്ക് 4 കേസും ഉണ്ടാവും. അതായത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ബൈനറി ഓപ്പറേഷൻ ആണ്. അപ്പോൾ സ്വിച്ച് ഓൺ ഓപ്പറേറ്റർ പ്ലസ് ആണെങ്കിൽ റിട്ടേൺ exp1 dot evaluate null plus exp2 dot evaluate sorry, കോണ്ടെക്സ്റ്റ് നമ്മൾ പാസ് ചെയ്യണം. മൈനസ് ആണെങ്കിൽ സൈൻ മാത്രം ചേഞ്ച് ആവുള്ളൂ. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ. നമ്മള് അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീയുടെ ഭാഗങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു എക്സ്പ്രഷൻ നമുക്ക് ഇത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം ഫസ്റ്റ് സിമ്പിൾ ആയിട്ടൊരു എക്സ്പ്രഷൻ 1+2 എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാം.
അപ്പൊ exp1 equal to new, ഇതൊരു ബൈനറി എക്സ്പ്രഷൻ ആണ്. പ്ലസിന്റെ ബൈനറി ഫോം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബൈനറി എക്സ്പ്രഷൻ. അപ്പൊ കൺസ്ട്രക്ടറിൽ 3 പാരാമീറ്റർ ഉണ്ടാവും, 2 എക്സ്പ്രഷനും ഒരു ഓപ്പറേറ്ററും. അപ്പോ ആദ്യത്തെ എക്സ്പ്രഷൻ ഒരു ന്യൂമറിക് കോൺസ്റ്റന്റ് ആണ് 1. രണ്ടാമത്തെ എക്സ്പ്രഷൻ 2 ആണ്. മൂന്നാമത്തെ എക്സ്പ്രഷൻ ഓപ്പറേറ്റർ ഡോട്ട് പ്ലസ്. ലിങ്ക്യുവിന്റെ റെഫറൻസ് കളയേണ്ടി വരും ചിലപ്പോ. ഓക്കെ ഓക്കെ. മറ്റേ EXP എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ലിങ്കില്? ഇല്ല, എക്സ്പ്രഷൻ ആണുള്ള ബൈനറി. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അത് പറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സ്പ്രഷന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെ ഇരിക്കും. റെപ്രസെന്റേഷൻ, പ്രീ റെപ്രസെന്റേഷൻ. ഇതിന് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ exp1 ഇവാലുവേറ്റ് വിളിക്കണം. ആ ഇവാലുവേറ്റ് മെത്തേഡിനെ വിളിക്കണം. അപ്പൊ നമ്മൾ റൺ ടൈം കോണ്ടെക്സ്റ്റിന് കൊടുക്കണം. ഇപ്പൊ തൽക്കാലം നമുക്ക് നള്ള് യൂസ് ചെയ്യാം അതിന്റെ ഭാഗത്ത്. സോറി. ഓക്കെ, അപ്പൊ വാണിംഗ് ഒഴിവാക്കാനായിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടാം. ഇതൊരു ഡബിൾ ആയിരിക്കും. console.writeLine റിസൾട്ട്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം കറക്റ്റ് ആണെങ്കിൽ 3 റിട്ടേൺ ചെയ്യേണ്ടതാണ്. അപ്പൊ 3 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ അടുത്ത മോഡൽ ചെയ്ത് നോക്കാം. ഒരു ഫീഡ്ബാക്ക് എടുക്ക് അരുണേ. സോഫാർ ഒരു എക്സ്പ്രഷൻ ആരെങ്കിലും ഉണ്ടൊക്കെ ഒന്ന് മോഡൽ ചെയ്യിക്കാം, നല്ല ഒരു കിട്ടുമോ? ഓക്കെ ഓക്കെ. 2 + 3 × 4 എങ്ങനെ ചെയ്യണം? അങ്ങനെയാണ്. ഓക്കെ, +3 × 4. കുറച്ച് ഫോണ്ട് വലുതാക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്റെ സ്ക്രീൻ കൺട്രോൾ ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാവുന്നതാണ്. അത് കുഴപ്പമില്ല, ആരും കുറിച്ചോ. അല്ല, ആരെങ്കിലും ഒരാളെ കൊണ്ട് വാക്ക് ചെയ്യിക്കുക, നല്ല ഒരു ഇത് കിട്ടുള്ളൂ, ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുള്ളൂ. അമൃത് ലാലേട്ടനെ തന്നെ നോക്കാം. അത് കൊള്ളാം. ഏതാണ് എക്സ്പ്രഷൻ? 3 + 2 × 4 3 + 2 × 4. അതെ, ബ്രാക്കറ്റിലാണോ 3 + 2? 3 + 2 ബ്രാക്കറ്റിൽ. അതില്ലാത്ത A + B × C അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് പ്രസിഡൻസ് ഒക്കെ ഏതാന്ന് മനസ്സിലാവില്ലേ? ഓക്കെ, ജസ്റ്റ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ മതിയോ? അല്ല, അതിപ്പോ 3 + 2 × 4 എന്ന് പറയുമ്പോ അല്ല, മറ്റേ പ്രസിഡൻസ് വരുമ്പോ 2 × 4 മോഡൽ ചെയ്യണം ബൈനറി ആയിട്ട്. 2 ബൈനറി എക്സ്പ്രഷൻ വരും അപ്പൊ. ഓക്കെ, മറ്റേതിലും വരും, പക്ഷെ മറ്റേ 3 + 2 ആദ്യം ചെയ്തിട്ടല്ലേ 4 വരുള്ളൂ. അതെ. ഇത് 2 × 4 ആദ്യം ചെയ്യണ്ടേ? ആണ്. അല്ല, അതിന്റെ ഡൗട്ട് എന്താ, ആൾജിബ്ര ഓർമ്മയില്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം. അല്ല, പക്ഷെ അതിപ്പോ അല്ല, കോമ്പൗണ്ട് എക്സ്പ്രഷൻ ആയിട്ട് തന്നെ എഴുതിക്കോ, മനസ്സിലായില്ലേ? ഓക്കെ,
ന്യൂ അതല്ല ബൈ ഇവിടെ ന്യൂ ആരോ പറയാമേ. ഞാനാ ന്യൂ ബൈനറി എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞു കൊടുത്തതാ. കോൺസ്റ്റന്റ് അല്ലേ? ന്യൂ ന്യൂമറിക് കോൺസ്റ്റന്റ് 3. ഇനി വരുന്നത് ന്യൂ ബൈനറി എക്സ്പ്രഷൻ. ഓക്കെ ഓക്കെ 2. 2 അല്ല സോറി ന്യൂ ന്യൂമറിക് കോൺസ്റ്റന്റ് 2. പിന്നെ ഓപ്പറേറ്റർ പറയുക മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ. ഇനി അത് Okay. കഴിഞ്ഞ് പുറത്ത് അടുത്ത ഓപ്പറേറ്റർ പറയുക. Operator dot and plus. Okay. Q dot evaluate. Answer pipeline. Sorry. 2. Okay. Run നോക്കാം. Eleven ആണ് ആൻസർ നോക്കാം. 4 8 plus 3 11. അല്ല അപ്പൊ ഇവിടെ ആ നെസ്റ്റിംഗ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് അരുണേ. ആ ഓക്കെ. ഓക്കെ. അതെ ഇത് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്രഷൻ ട്രീയിലോട്ട് മാപ്പ് ചെയ്യാട്ടോ. ഓക്കെ. അങ്ങനെ സാറ് ചെയ്യണം. അത് ചെയ്യാൻ പറ്റുമോ? അതെ വേണ്ട ഇപ്പൊ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ വെച്ചാൽ എക്സ്പ്രഷൻ ട്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോഡുകൾ ഉണ്ട്. ഓക്കെ. അല്ല അതിപ്പോ സ്റ്റെപ്പ് 3 ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 4 ഒക്കെ കഴിഞ്ഞിട്ടേ അത് എക്സ്പ്രഷൻ Okay. ട്രീയിലോട്ട് മാപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ. അല്ല ഇതിപ്പോ സി അരുണെ ഇതെന്ന് വെച്ചാല് എല്ലാവരോടും ചോദിച്ച് അതിന്റെ എല്ലാവർക്കും ആ ഫീൽ കിട്ടട്ടെ അതിന്റെ ആ നെസ്റ്റിങ്ങും മറ്റേതൊക്കെ നല്ല ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുള്ളൂ. ആർക്കെങ്കിലും ഇതിൽ മനസ്സിലാവത്തുണ്ടോ? ഇല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കൊടുത്തേ. ഇതിന്റെ തന്നെ ഒന്നുകൂടി ആ കോഡിലേക്ക് പോയ ഈ ബൈനറി എക്സ്പ്രഷനില്ലേ, ന്യൂ ബൈനറി എക്സ്പ്രഷൻ ഒന്നുകൂടി നോക്കും ആദ്യം. അപ്പൊ ബൈനറി എക്സ്പ്രഷന് ഞാനോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബൈനറി എക്സ്പ്രഷന് 3 സാധനം ഉണ്ടാവും. 2 ഓപ്പറാൻസും ഉണ്ടാവും, നടുക്ക് ഒരു ഓപ്പറേഷനും ഉണ്ടാവും. അപ്പൊ അത് ഒരു എക്സ്പ്രഷന്റെ കൺസ്ട്രക്ടറിൽ അത് മോഡൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിലൊരു കമന്റ് അടിച്ച അത് ബൈനറി എക്സ്പ്രഷൻ അടിച്ചവിടെ പബ്ലിക് മുമ്പായിട്ട് 2 into 3 എന്ന് എന്തെങ്കിലും വെറുതെ അടിച്ചിട്ട് ഇവിടെ അല്ലല്ല അല്ല ഇത് സ്റ്റെപ്പ് ചെയ്യാലോ. ഒന്ന് സ്റ്റെപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇവിടെ തന്നെ കൊടുത്താൽ മതി. ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി ഈ പബ്ലിക് ബൈനറിയുടെ മുമ്പിലായിട്ട്. ഓക്കെ. ഇവിടെ വെറുതെ ഒരു കമന്റ് 2 into 3. 2 into 3. ഓക്കെ. അതിലിപ്പോ എക്സ്പ്രസ് ഇത് ചെയ്യണം അല്ലേ? അല്ലല്ല എന്താ വെച്ചാലേ അരുണെ ജോയി പറയുന്നത് എന്താ വെച്ചാല് നിങ്ങക്ക് 1-2 എക്സ്പ്രഷൻസ് ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ എടുക്കുമ്പോൾ എളുപ്പമാണല്ലോ. അതായത് ഡോക്യുമെന്റ് ചെയ്യാൻ ഒരു സ്വാഗർ ഇല്ലാത്തൊരു സ്വാഗർ അല്ലേ? ഇത് തന്നെ ഇപ്പൊ നമ്മൾ എഴുതില്ലേ 2 into 4, 3 into 2 into 4. അപ്പൊ 2 into 4 ഇട്ടാൽ മതിയോ? അല്ല അരുണ് അതിലൊരു വിസ്ഡം ഉണ്ട്. അതായത് ഒരു ക്ലാസ് മോഡൽ ചെയ്യുമ്പോ തന്നെ അതിന്റെ യൂസേജ് അവിടെ കാണിക്കുക എന്നുള്ളത്. ഇതെടുത്ത് കോപ്പി ചെയ്ത് അപ്പുറത്തിടാലോ. നല്ല ഐഡിയ അത്. കാരണം ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ കിട്ടും. ഒരു ട്രീ റെൻഡർ ചെയ്തേക്കുന്നതാണ് അത്. അതല്ല കാണിച്ചോ? ഇതിന്റെ ഒപ്പം വാക്ക് ചെയ്താലേ ആ ഫീല് കിട്ടുള്ളൂ. ഓക്കെ. ഇതാണ്
ഇതിന്റെ ഈ എക്സ്പ്രഷൻ ട്രീയുടെ ഇത് മിഷൻ റെപ്രസെന്റേഷൻ. അപ്പൊ ഒരു നടുക്കത്തെ നോഡിലായിരിക്കും ഓപ്പറേറ്റർ ഉണ്ടാവുക. ആ ഓപ്പറേറ്ററിന്റെ രണ്ട് സൈഡിലായിട്ടും അടുത്തടുത്ത ഓപ്പറാൻസ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ നോക്കിയ പ്ലസിന്റെ രണ്ട് സൈഡിൽ 5ഉം സെഡും ഉണ്ട്. സെഡ് ഒരു വേരിയബിൾ ആണ്. ഇതൊരു യൂണിയറി എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഒരു ഓപ്പറാൻഡ് ഇതിന്റെ സൈഡിലുള്ളൂ. അങ്ങനെ. അതല്ല ഇത് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ ലീനിയറൈസ് ചെയ്യാനും, അതായത് എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ ഇത് വരയ്ക്കാനും പഠിക്കണം പേനയും പെൻസിലും വെച്ച്. അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. മനസ്സിലായില്ലേ? ഇതിനാ ഞാനൊന്ന് തിരിച്ചു പറയട്ടെ. ഞാൻ മനസ്സിലാക്കിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ലീഫ് നോട്ട്സ് ഒക്കെ നമ്പർ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ അതിന്റെ മുകളിലോട്ട് വരുമ്പോ ഒരു ലീഫാണുള്ളതെങ്കിൽ അത് യൂണറിയും, രണ്ട് ലീഫാണുള്ളതെങ്കിൽ ബൈനറി ആയിരിക്കും. അത് മുകളിലേക്ക് വാല്യൂറ്റ് ചെയ്ത് പോകും. അതെ. അല്ല, അത് വേണമെങ്കിൽ നമുക്ക് ട്രീ ഒരു ലിസ്റ്റ് മാതിരി ഒരു സൈഡിലോട്ട് മാത്രം വരാം കേട്ടോ. മനസ്സിലായില്ലേ? ഈ കേസിലാണ്ടോ, അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ലീഫില് ഇത് വരാം, വേരിയബിൾസ് ഒക്കെ വരാം. അതെ ഈ കേസിലുള്ള ഓക്കെ. അല്ല, ബട്ട് he expressed that he understood it statement. അത് accurate ആണ്. ഷാൽവിൻ കിട്ടിയോ? അമൃതലാല് മറ്റേ വർക്ക് ഫ്ലോ ആയിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലേ? ഞാൻ ഇതുപോലത്തെ ഒരു സാധനം മറ്റേ പേറോളിന്റെ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ട്രീ വാല്യൂറ്റ് ചെയ്യാതെ ചെയ്യണം. അപ്പൊ അല്ല, ഇനി അത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ DSL ആക്കി മാറ്റാം. അതെ കമ്പൈലർ എഴുതാൻ അറിയാത്ത കാലത്ത് അല്ലെ പുള്ളിയെ AST ഉണ്ടാക്കി കൈകൊണ്ട്. ഡിലീറ്റ് ചെയ്ത ലൈൻ കൂടി അങ്ങോട്ട് കൊണ്ടുപോകും. ഏതാണ് ഡിലീറ്റ് ചെയ്തില്ലേ? അല്ലല്ലേ, ഡിലീറ്റ് ചെയ്തില്ല എക്സ്പ്രഷൻ. കൂടി അവിടെ ഇട്ടോ, താഴെ അവിടെ ഇട്ടോ, അവിടെ പേസ്റ്റ് ചെയ്തോ. ഇത് 1+2 ഇൻറ്റു ഇത് 3 + 2 4 into 4. Okay. Continue ചെയ്താലോ? അപ്പോ ഇതാണ് ASTയുടെ ഫോം. ഇനി നമുക്കൊരു ലെക്ചറാണ് എഴുതാനുള്ളത്. അപ്പൊ എന്താണ് ലെക്സിക്കൽ അനാലിസിസ്? നമ്മുടെ സോഴ്സ് അരുണേ, രണ്ടൂന്ന് കാര്യങ്ങളിലൂടെ ഉണ്ട്. ഈ കുറച്ചാള് മുമ്പേ ഞാനിങ്ങനെ ഇത് എഴുതിയപ്പോ യൂണറി എക്സ്പ്രഷൻ ഇല്ലാതെ ബൈനറി എക്സ്പ്രഷൻ വെച്ച് യൂണറി എക്സ്പ്രഷൻ സിമുലേറ്റ് ചെയ്യാൻ പറ്റുമോ? നോഡിനുള്ളാക്കിയാൽ മതി. ലെഫ്റ്റ് നോഡ് നള്ളാക്കിയാൽ മതി. 0+5 അല്ലെങ്കിൽ 0-5 ആക്കിയാൽ മതി. മനസ്സിലായോ? അല്ല, പിന്നെ ഇത് വേറെ അതെ. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. മറ്റേ നിങ്ങൾക്ക് ഇത് ഇപ്പൊ ഡെപ്ത് ഫസ്റ്റ് വാക്കാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിഫിക്സ് നൊട്ടേഷൻ ആക്കാം, മറ്റേ സഫിക്സ് നൊട്ടേഷൻ ആക്കാം, ഇൻഫിക്സ് നൊട്ടേഷനിലോട്ട് തിരിച്ചാക്കാം ഈ ട്രീയെ മുഴുവൻ. അതൊരു നല്ല എക്സസൈസാ. കാരണം മനസ്സിലായോ? അതായത് ഇപ്പൊ നിങ്ങളൊരു എക്സ്പ്രഷൻ മോഡൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അത് ഡെപ്ത് ഫസ്റ്റ് വാക്ക് ചെയ്യുമ്പോഴാണ് അത് ഇവാലുവേറ്റ് ചെയ്യണേ. അപ്പൊ വേണമെങ്കിൽ ആ എക്സ്പ്രഷൻ തന്നെ നമുക്ക് റീജനറേറ്റ് ചെയ്യാം, ട്രാൻസ്കമ്പൈൽ ചെയ്യാന്ന് വേണമെങ്കിൽ. ഇവാലുവേറ്റ് മാതിരി ട്രാൻസ്കമ്പൈൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് വേണമെങ്കിൽ എഴുതി നോക്കുമോ? ആ നമ്പർ അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടും.
അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾ ഏത് ഓർഡറിലാണ് കൊടുത്തത്? ഇപ്പൊ സ്റ്റാക്ക് ബേസ്ഡ് മെഷീനാണ് കിട്ടുന്നത്. ഇപ്പൊ ലിസ്പിന്റെ നൊട്ടേഷൻ ഉണ്ടാക്കാം, ഇൻഫിക്സ് നൊട്ടേഷൻ ഉണ്ടാക്കാം. ഓക്കെ. ഇത് വേണമെങ്കിലേ ഈ ഇവാലുവേറ്റിന് പകരം ഒരു ട്രാൻസ്കമ്പൈൽ എന്നൊരു സാധനം എഴുതി നോക്കിക്കുവാണെങ്കിൽ മനസ്സിലായോ? ഓക്കെ. ഓക്കെ. ഞാൻ പറഞ്ഞ മനസ്സിലായ മനസ്സിലായി. എന്താന്ന്? അപ്പൊ അങ്ങനെ അല്ല, ഇതിപ്പോ കണ്ടിന്യൂ ആയിട്ട് സ്റ്റെപ്പ് 2 പക്ഷെ ഇങ്ങനെ കുറെ ചെറിയ ചെറിയ എക്സസൈസുകൾ, അതായത് ഇപ്പൊ ഈ സ്റ്റാക്ക് നൊട്ടേഷനെ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്ന് പറയും. ഇപ്പൊ 2+3 × 4 ആണെങ്കിൽ 2 3 4 ഇൻറ്റു പ്ലസ് ആയിരിക്കും. ഓക്കെ. അപ്പൊ 2+3 × 4 പ്രെഫിക്സ് നൊട്ടേഷൻ ആണെങ്കിൽ ആദ്യം തന്നെ ബ്രാക്കറ്റ് ഇട്ടിട്ട് പ്ലസ് വരും, പിന്നെ 2 വരും, പിന്നെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇൻറ്റു വരും, 3 4 വരും, ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, ഔട്ടർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അതാണ് ലിസ്പ് നൊട്ടേഷൻ, പ്രെഫിക്സ് നൊട്ടേഷൻ എന്ന് പറയും. പിന്നെ 2+3 × 4 തന്നെയാണ് അതിന്റെ ഇൻഫിക്സ് നൊട്ടേഷൻ. അപ്പൊ പ്രീ ഓർഡർ ട്രാവേഴ്സിൽ, ഇൻ ഓർഡർ ട്രാവേഴ്സിൽ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിന്റെ അർത്ഥമാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, സ്റ്റെപ്പ് 1 തന്നെ കുറെ ഉപ എക്സസൈസുകൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ട് ഓൺലി ഇൻ കമ്പൈലേഴ്സ് ഈ ലിസ്പിന്റെ സിൻടാക്സ് എങ്ങനെയാ വർക്ക് ചെയ്യണേ, പ്രിഫിക്സ് നൊട്ടേഷൻ എന്താണ്, പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? കാരണം അല്ലെങ്കിൽ എന്തുപറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 സ്റ്റെപ്പ് പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ ഒരു വിവരം ഉണ്ടാവില്ല. ഇവിടെ കിട്ടിയോ അരുണേ? അപ്പൊ അതും അങ്ങനത്തെ കൊച്ചു കൊച്ചു എക്സസൈസ് ചെയ്യണം. ഇവിടെ കിട്ടിയോ? ലാലിന് വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന്, അല്ലെങ്കിൽ എന്തൊരു വെച്ചാലേ മെക്കാനിക്കലി ഒരു AST ബിൽഡിംഗ് എക്സസൈസ് ആയിട്ട് മാത്രം മാറും അത്. പക്ഷെ അങ്ങനെ ഓക്കെ, ഇതിന്ന് കൺവേർട്ട് ചെയ്യാം, കുഴപ്പമില്ല. സ്ട്രിങ്ങിനെ വാല്യൂറ്റ് ചെയ്യാൻ പാടായിരിക്കുമല്ലോ, പറ്റൂലല്ലോ. ഓക്കെ. കണ്ടിന്യൂ ചെയ്യട്ടെ സാറേ? ഹലോ, പറഞ്ഞോ. സാറ് പോയോ? ഉറപ്പായല്ല. അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ അടി വന്നു. പിന്നെ അവര് അന്ന് സംഭവിച്ചതാ. രണ്ടുപേരില്ല, രണ്ടുപേരും പോയി. ഓക്കെ. അപ്പൊ അടുത്തത് ഒരു ലെക്ചറാണ് നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ പബ്ലിക് ക്ലാസ് ലെക്ചർ type to lecture.cs. ഞാൻ കട്ടായി പോയതാ, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്തായിട്ട് ഒരു ലെക്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ലെക്ചർ എന്ന് വെച്ചാല്, നമ്മൾ കൊടുക്കണ ഒരു ഇൻപുട്ടിന്, ഇപ്പൊ ഒരു എക്സ്പ്രഷൻ ആണ്, അത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് വിചാരിച്ചു, ഇപ്പൊ 1+2 എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ. അത് സ്ട്രിങ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കണത്. ആ സ്ട്രിങ്ങിനെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ വാക്ക് ചെയ്തിട്ട് അതിനകത്ത് ടോക്കൺസിനെ തിരിച്ചറിയണ ഒരു മൊഡ്യൂളിനെയാണ് ലെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു മൊഡ്യൂൾ നമുക്ക് ചെറുതായിട്ട് ചെയ്തു നോക്കാം. ഈ ഒരു മൊഡ്യൂളിനകത്തേക്ക് ഇൻപുട്ട് ആയിട്ട് വരുന്നത് നമ്മൾ കൊടുക്കണ എക്സ്പ്രഷൻ എന്താണോ അതായിരിക്കും. അപ്പൊ ആ എക്സ്പ്രഷൻ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ എക്സ്പ്രഷന്റെ ലെങ്ത് നമുക്ക് ആവശ്യം വരും.
പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് ഇൻഡെക്സ് ആണ്. അതായത് ഞാൻ പറഞ്ഞു ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആണ് വാക്ക് ചെയ്യണേ. അപ്പൊ ഒരു കൗണ്ടർ വേണ്ടി വരും നമുക്ക്. ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൗണ്ടർ ആവശ്യം വരും. ആ കൗണ്ടർ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. ഇൻഡെക്സ് നമുക്ക് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ. ഈ ലെക്ചറിന് 2 മെത്തേഡ്സ് ആണ് ഉണ്ടാവുക. ടോക്കൺസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ളത് പബ്ലിക് ടോക്കൺ ഗെറ്റ് ടോക്കൺ. അപ്പോ എന്താണ് ടോക്കൺ എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് ഡിഫൈൻ ചെയ്യാം. അത് ഒരു ഇനമാണ്. ഫസ്റ്റ് ഇല്ലീഗൽ ആയിട്ടുള്ള ടോക്കൺസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇല്ലീഗൽ ടോക്കൺ, പിന്നെ ടോക്കൺ പ്ലസ്, ടോക്കൺ മൈനസ്, ടോക്കൺ മൾട്ടിപ്ലിക്കേഷൻ, ടോക്കൺ ഡിവിഷൻ, ടോക്കൺ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ വരാൻ പോണ അടുത്ത സാധനമാണ് ഓപ്പൺ പാരന്തസിസ്. ഓപ്പൺ പാരന്തസിസ്, ഓപ്പൺ ക്ലോസ് പാരന്തസിസ്. ആൻഡ് സ്ട്രിങ്ങിന്റെ അവസാനം ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ടോക്കൺ നൾ. 1 2 3 4 5 6 7 8 9. ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഡബിൾ എന്ന് പറഞ്ഞ ഒരു ടോക്കണും കൂടി ഉണ്ടാവും. ഇപ്പൊ 1 + 2 1 ഉം 2 ഉം നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ ആ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡബിൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും ടോക്കൺസ് ആണ് നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ സ്ലാങ് കമ്പൈലറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്നില്ലെങ്കിൽ പ്ലസിനെ ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ മൈനസിനെ ഐഡന്റിഫൈ ചെയ്യാം. പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ, ഓപ്പൺ പാരന്തസിസ്, ക്ലോസ് പാരന്തസിസ്, സ്ട്രിങ്ങിന്റെ അറ്റം, പിന്നെ ഒരു നമ്പർ, പിന്നെ ഇതൊന്നും അല്ലാത്തൊരു സാധനം. ഇത്ര കാറ്റഗറിയിലേക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് സ്ട്രിങ്ങിനെ റീഡ് ചെയ്തിട്ട് സ്ലാങ് റെക്കഗ്നൈസ് ചെയ്യാൻ പോകണം അതിനകത്ത് ക്യാരക്ടേഴ്സിന്. അപ്പോ അതിന്റെ ഞാനിപ്പോ പറഞ്ഞ റെക്കഗ്നിഷന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ടോക്കൺ ടോക്കൺ ഓക്കെ. ഫസ്റ്റ് എം ടി സ്ട്രിങ് ആയിട്ട്, അതായത് സ്പേസോ ടാബോ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യണം. അപ്പൊ അതിനുള്ള കോഡാണ് ആദ്യം വരിക. ഫസ്റ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ ടോക്കൺ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഫിസിക്കൽ ടോക്കൺ അസൈൻ ചെയ്യാം. എന്നിട്ട് വൈൽ ഇൻഡെക്സ് ലെസ് ദാൻ ലൈൻ, അതായത് and expr of index is either equal to an empty space or str of index is equal to tab. ആ empty space ഓ ടാബോ ആണ് എങ്കിൽ നമ്മൾ ഇൻഡെക്സിനെ ജസ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യാൻ പോവാ. അരുണെ, ഇതിനെ സ്കിപ്പ് വൈറ്റ് സ്പേസ് എന്ന് പറയും എല്ലാ കമ്പൈലറിലും. ഏത് ലെക്സിക്കലും സ്കിപ്പ് വൈറ്റ് സ്പേസ് കമന്റ് കേട്ടോ. ഞാൻ മറ്റേ ആന്റ്ലറിന്റെ ഗ്രാമർ കാണിച്ചില്ലായിരുന്നു, അതിനകത്തൊരു സ്പെസിഫിക് ഒരു ഐഡന്റിഫയർ ഉണ്ട്. അതായത് നമ്മൾ ലെക്ചറിന് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഏതാണ് സ്കിപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാനായിട്ട്.
ഓക്കെ. അപ്പോൾ വൈറ്റ് സ്പേസ് സ്കിപ്പ് ചെയ്യാനുള്ള കോഡാണത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഇഫ് ഇൻഡെക്സ് ഈക്വൽ ടു ലെങ്ത് ആണോ എന്ന്. ഈ ചെക്കിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റ് സ്പേസ് മാത്രമാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് റിട്ടേൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. റിട്ടേൺ ടോക്കൺ ഡോട്ട് നൾ. ഇനി നമുക്ക് ടോക്കൺ പാർസ് ചെയ്യണം. അവിടെ എത്തിയിട്ടുണ്ട്. ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ XPR ഓഫ് ഇൻഡെക്സ്, അതായത് നമ്മൾ ഇൻഡെക്സ് ചെയ്തേക്കുന്ന കറണ്ട് ക്യാരക്ടർ ഏതാണോ അത് ഒരു സ്ഥലത്ത് മാച്ച് ആയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ പ്രോഗ്രാമിൽ എറർ ഉണ്ടെന്നാണ്. അപ്പൊ അവിടെ ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യാനുള്ള കോഡ് എഴുതാം. എറർ വൈൽ അനലൈസിങ് ടോക്കൺസ്. ഓക്കെ. കേസ് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ടോക്ക് ഈക്വൽ ടു ടോക്കൺ ഡോട്ട് പ്ലസ് ഇൻഡെക്സ് പ്ലസ് പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഓപ്പൺ parenthesis ക്ലോസ്ഡ് parenthesis. ഈ സാധനത്തിന് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ എന്നും പറയാറുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ റെഗുലർ എക്സ്പ്രഷന്റെ എക്സ്പാൻഡഡ് ഫോർമാറ്റ് കണ്ടാലും മതി. അപ്പൊ ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഇൻഫിനിറ്റ് ലൂപ്പിൽ സ്വിച്ച് കേസ് ഇട്ടിട്ട് എന്താ ചെയ്യണ്ടേ. അപ്പൊ ഹാൻഡ്ലർ ഒക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ടേബിളൊക്കെ, ഈ ജംപ് ടേബിളൊക്കെ സ്വിച്ച് ഒക്കെ ജനറേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്. അപ്പോ ഇത്രയാണ് ക്യാരക്ടേഴ്സ്. ഞാനേ റെഗുലർ എക്സ്പ്രഷൻ ഇങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ദിവസം എടുക്കാം. അല്ല ചെറുപ്പേ, ആ ജനറിക് ഇന്റർപ്രറ്റർ പോർട്ട് ചെയ്തിട്ടൊന്ന് എടുക്കാൻ പറ്റുമോ? നോക്കാം. ഇപ്പൊ കമ്മിറ്റ് ചെയ്യണോ? അല്ല വേണ്ട, ലെക്സിക്കോൺ ഡോട്ട് ജാവ എടുത്ത് റീഇംപ്ലിമെന്റ് ചെയ്താൽ മതി. ഞാൻ ഇതിലിപ്പോ നമ്മ 42 മുതൽ 57 വരെ പറഞ്ഞിട്ടുണ്ടല്ലോ. കേസ് പ്ലസ് ടോക്കൺ പ്ലസ് കേസ് മൈനസ് ടോക്കൺ മൈനസ് അങ്ങനെ അസൈൻ ചെയ്ത് പോകണ്ടല്ലോ. നമുക്കതിന് ഒരെണ്ണം യൂസ് ചെയ്തൂടെ? ഒരു ടോക്കൺ യൂസ് ചെയ്തൂടെ? അതായത് ടോക്കൺ ഓപ്പറേറ്റർ അങ്ങനെ വല്ലതും യൂസ് ചെയ്തൂടെ? എന്തുകൊണ്ടാ സെപ്പറേറ്റ് ചെയ്യണത്? അല്ല അതൊരു ഉഗ്രൻ ചോദ്യം അത്. അതായത് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിങ്ങനെ ഫ്ലാറ്റൻ ചെയ്തിട്ടല്ലേ ഇപ്പൊ ഇതൊരു നൈവ് ലെക്സിക്കൽ അനലൈസറാ. അപ്പൊ റിയൽ ലൈഫില് ഇപ്പൊ കുറെ കാര്യങ്ങൾ കീപ് ട്രാക്ക് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഇപ്പൊ എന്താ പറയാ, എത്ര വൈറ്റ് സ്പേസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പൊ സോഴ്സ് ഇതിപ്പോ അബ്സ്ട്രാക്ട് സിൻടാക്സ് ട്രീ അല്ല നമ്മൾ സ്റ്റോർ ചെയ്യണേ. അവിടെ നിന്ന് നമുക്ക് ഒറിജിനൽ സോഴ്സ് കോഡ് റീജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണം. അപ്പൊ ഫ്ലാറ്റൻ ചെയ്തിടുന്നതല്ലത് ഓരോന്ന് വരുമ്പോ എങ്ങനെയാന്നുള്ളത്. അല്ല, ഈ ടോക്കണിന്റെ കൂടെ നമ്മൾ വാല്യൂം എക്സ്ട്രാക്ട് ചെയ്യൂലേ? അതെ, ആ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ ലെക്സിക്കൽ സ്ട്രിങ്ങിനെ ഇപ്പൊ നമുക്ക് ഇത് പിന്നെ ഗുണം അലിയാസ് ചെയ്യാം. നമുക്ക് ഓർന്നും കൊടുക്കാം, 2 ഓറും കൊടുക്കാം. ഓർന്ന് തന്നെ നമുക്ക് സെയിം ടോക്കൺ ഇത് ചെയ്താൽ മതി. ടോക്കൺ റിട്ടേൺ ചെയ്യണം. അലിയാസിംഗ് ആണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ. അപ്പൊ
ഓപ്പറേറ്റേഴ്സ് എല്ലാം കഴിഞ്ഞു. നമ്പറാണ് അടുത്തത്. കേസ് 0 1 2 3 4 5 6 7 8 9. ഓക്കെ, നമ്പർ ഏതെങ്കിലും ആണ് വന്നേക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ഡിജിറ്റ്സ് ഉണ്ടാവും നമ്പറിനകത്ത്. ഇപ്പൊ 123 എന്ന് പറഞ്ഞ നമ്പറിൽ 3 ഉണ്ട്. അപ്പൊ നമ്മളൊരു വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് റീഡ് ചെയ്തെടുക്കേണ്ടി വരും അതിനെ. അപ്പോ string str equal to string dot empty while index less than length and in dot right parse expr dot index equal to 0. Okay. While index plus than length. അപ്പൊ ഏതെങ്കിലും ഒരു നമ്പർ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ആ നമ്പേഴ്സിന്റെ ഒരു സ്ട്രീം അവസാനിക്കണ വരെ, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ട് വന്നിരിക്കുന്ന ഡിജിറ്റ്സ് എത്ര ഉണ്ടെന്ന് നോക്കും. അപ്പൊ മൊത്തം സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൈൽ ലൂപ്പ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ 0 തൊട്ട് 9 വരെയുള്ള ഏത് ക്യാരക്ടർ എൻകൗണ്ടർ ചെയ്താലും എൻഡ് വരെ നമ്മൾ കൊടുത്തേക്കുന്ന എക്സ്പ്രഷന്റെ എൻഡ് ആവണ വരെ അത് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്രയും നേരത്തേക്കുള്ള അത്ര നേരം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടറും ഈ ഒരു str എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യണം. str പ്ലസ് ഈക്വൽ ടു expr ഓഫ് ഇൻഡെക്സ് ആൻഡ് ഇൻഡെക്സ് പ്ലസ് പ്ലസ്. അതിനുശേഷം str-നുള്ളിൽ ആ നമ്പർ ഉണ്ട്. ആ നമ്പറിനെ നമുക്ക് പാർസ് ചെയ്യണം. ഇപ്പോ 22 പ്ലസ് 33 എന്ന് എഴുതിയ ആ 22 ഈ str-ന്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ ആ str-ന്റെ ഉള്ളിൽ നിന്ന് കൺവേർട്ട് ചെയ്തെടുക്കണം. കൺവേർട്ട് ഡോട്ട് ടു ഡബിൾ str. നമ്മൾ നേരത്തെ നമ്പർ സേവ് ചെയ്ത് വെക്കാനായിട്ട് ഒരു വേരിയബിൾ ഇവിടെ ഉണ്ടാക്കിയില്ല. ആക്ച്വലി ഉണ്ടാക്കണം. പ്രൈവറ്റ് ഡബിൾ നമ്പർ. അതിലേക്ക് അസൈൻ ചെയ്യാം. എന്നിട്ട് റിട്ടേൺ ടോപ്പ് ഈക്വൽ ടു ടോക്കൺ ഡോട്ട് ഡബിൾ ബ്രേക്ക് റിട്ടേൺ ടോക്കൺ ഡോട്ട് ഡബിൾ റിട്ടേൺ ടു. ഇതാണ് നമ്മുടെ ഒരു ലെക്ചർ. ഇനി ഒരു മെത്തേഡും കൂടെ നമുക്ക് വേണം. നമ്മുടെ പാർസറിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ലെക്ചർ. അപ്പൊ ടോക്കൺ ഗെറ്റ് ചെയ്യുമ്പോൾ
നമ്പറാണ് ടോക്ക് ഡബിൾ എന്ന് പറഞ്ഞ ടോക്കൺ ആണ് ഗെറ്റ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ എത്രയെന്ന് റീഡ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ അതായത് ആ വാല്യൂ ഈ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, അത് എക്സ്പോസ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് ഡബിൾ ഗെറ്റ് നമ്പർ നമ്പർ. ഇന്റിജർ നമ്പർ ടോക്കൺ റിട്ടേൺ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ആർക്കിടെക്ചർ ഉണ്ടാക്കി. മറ്റേ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രക്ചർ റിട്ടേൺ ചെയ്യാം. അപ്പൊ പിന്നെ അതിൽ തന്നെ നമ്പർ ഇത് ചെയ്യാൻ പറ്റും. അരുണേ, ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കൺ നമുക്ക് കിട്ടും പാഴ്സറിൽ, അത് കഴിഞ്ഞിട്ട് നമ്പർ പാഴ്സർ ചോദിച്ചു വാങ്ങിച്ചോളൂ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ടോക്കണും നമ്പറും കൂടി ഒരുമിച്ച് റിട്ടേൺ ചെയ്യുന്ന ഒരു സാധനം എഴുതാം. ഓക്കെ. അപ്പൊ ഗെറ്റ് ടോക്കൺ റിട്ടേൺ ചെയ്യണ ആ സ്ട്രക്ചർ ആയിരിക്കും സാർ ഇപ്പൊ പറഞ്ഞു. അതെ അതെ അതെ. ഓക്കെ. ആ സി ഷാർപ്പ് ആകുമ്പോൾ എളുപ്പം സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പാർസറാണ് എഴുതാൻ നോക്കുക. അപ്പൊ ലെക്ചർ പ്രൊഡ്യൂസ് ചെയ്ത ലെക്ചറിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പാർസർ. അതെന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർസറാണ് ഈ ലെക്ചറിന് പ്രൊഡ്യൂസ് ചെയ്ത ഡാറ്റ ഉപയോഗിച്ചിട്ട് AST ക്രിയേറ്റ് ചെയ്യണത്. അപ്പൊ പാഴ്സർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഗ്രാമറാണ് ഇവിടെ ഈ ഡോക്യുമെന്റ് കൊടുത്തേക്കുന്നത്. എക്സ്പ്രഷൻ ഈസ് ടേം ഓർ ടേം പ്ലസ് ഓർ മൈനസ് എക്സ്പ്രഷൻ. ടേം ഈസ് ഇക്വൽ ടു ഫാക്ടർ ഓർ ഫാക്ടർ സ്റ്റാർ ഡിവിഷൻ ടേം. ഇത് റിക്കർസീവ് റൂൾ ആണ് ഇത് രണ്ടും. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇസ് നമ്പർ ഓർ an expression that's wrapped with parenthesis or ഇത് യൂണറി ഓപ്പറേറ്ററിനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്ലസ് ഓർ മൈനസ് ഫാക്ടർ. ഈ നൊട്ടേഷനെ ഉണ്ടല്ലോ ബാക്കസ് നോർ ഫോം എന്ന് പറയണേ. അപ്പൊ ഇതിന്റെ വിക്കിപീഡിയ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് ഡേറ്റ് പാഴ്സ് ചെയ്യാൻ, നെയിംസ് പാഴ്സ് ചെയ്യാൻ എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പൊ ബാക്കസ് നോർ ഫോമിന്റെ വിക്കിപീഡിയ പേജ് എടുത്ത് നോക്കിയത് ബാക്കസ് നോർ ഫോം. ഇതാണ് അതിന്റെ കാര്യം. അതിന്റെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാല് കണ്ട ഇപ്പൊ നിങ്ങക്ക് നെയിം പാഴ്സ് ചെയ്യണമെന്ന് തോന്നുന്നത്. അപ്പൊ നിങ്ങക്കൊരു യൂസ് പോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു സാധനത്തിന്റെ BNF കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മെക്കാനിക്കലി ഒന്നില്ല ആൻഡ്ലർ ഉപയോഗിച്ച് അല്ലെങ്കിൽ പിന്നെ മനസ്സുകൊണ്ട് പെട്ടെന്ന് കോഡാക്കി മാറ്റാൻ പറ്റും. അതാണ് അതിന്റെ ഗെയിം. അപ്പൊ റെഗുലർ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ഉണ്ടാക്കാം. സ്വിച്ച് കേസ് വെച്ചിട്ടോ ടേബിൾ മറ്റേ ആൻഡ്ലർ വെച്ചിട്ടോ ലെക്സ് വെച്ചിട്ടോ ചെയ്യാൻ പറ്റും. BNF അറിയാമെങ്കിൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്താണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്ലർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ മറ്റേ മനസ്സ് കൊണ്ട് നിങ്ങൾക്ക് കോഡാക്കി മാറ്റാൻ പറ്റും. മനസ്സുകൊണ്ട് ഇപ്പൊ മെന്റൽ അരിത്തമാറ്റിക് നടത്തി എങ്ങനെ കോഡ് ആക്കാന്നാണ് ബുക്കിൽ കാണുന്നത്. ആർട്ട് ഓഫ് കമ്പൈലർ കൺസ്ട്രക്ഷൻ യൂസിങ് C# എന്നാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് വായിക്കുക BNF, കാരണം ഇതൊരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റാ. അപ്പൊ BNF-നെ ട്രീ ആക്കി മാറ്റുന്ന ഒരു യൂട്ടിലിറ്റി ഉണ്ട്. അതൊന്ന് ഈ അരുണെ ഒരു ഇതെടുക്കാവോ? ഷൈൻ സേവിയർ സ്ലാങ് JS എന്ന് അടിച്ചേ. മറ്റേ ഷൈൻ സേവിയർ സ്ലാങ് JS. അതിന്റെ ഏറ്റവും അടിയില് ഒരു ഡയഗ്രത്തിലേക്ക് ഒരു ഇതുണ്ട് കണ്ട. ഈ നമ്മൾ കൊടുക്കുന്ന ഗ്രാമറൊക്കെ ഇതിനെ പാസ്കൽ സിന്റക്സ് ഡയഗ്രം എന്ന് പറയണേ അല്ലേ? അപ്പൊ ഇത് പാസ്കൽ യൂസർ മാനുവൽ ആൻഡ് റിപ്പോർട്ടില് ജെൻസൺ എന്ന് പറഞ്ഞ ഒരു ലേഡിയും നിക്കോളാസ് വിർത്തും കൂടി പയനിയർ ചെയ്ത നൊട്ടേഷനാണ്. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷ്വലി കാണാം BNF എങ്ങനെ ഇരിക്കുമെന്ന്. ഇതൊന്ന് BNF എന്താണ്, പിന്നെ ഈ യൂട്ടിലിറ്റി എന്താ ചെയ്യണേ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പാസ്കൽ സിന്റക്സ് ഡയഗ്രം എന്താന്ന് നോക്കിയാൽ മതി.
ഈ ജേസന്റെ പാസ് ഒന്ന് എടുക്കാവോ? ഒരു എനിക്ക് വേണമെങ്കിൽ ഡഗ്ലസ് ക്രോക്ക്ഫോർഡിന്റെ സൈറ്റിലുണ്ടെന്ന് തോന്നുന്നു. വെറുതെ ജേസൺ പാസ്കൽ സിൻഡെക്സ് ഡയഗ്രം എന്ന് അടിച്ചു. ജേസൺ പാസ്കൽ സിൻഡെക്സ് ഡയഗ്രം. എവിടെയും ഉണ്ടാവും, അതിന്റെ പടങ്ങൾ ഉണ്ടാവും. അപ്പൊ ജേസന്റെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫുള്ള്. ഇമേജസ് എടുത്ത് നോക്കി. ഇമേജ് എടുത്ത് നോക്കിയാൽ മതി. കണ്ട ടോപ്പ് ലെഫ്റ്റിൽ എടുത്ത് നോക്കി. നിങ്ങൾക്ക് ഇവിടെയൊക്കെ കണ്ടോ ഡയഗ്രാം? അല്ല, ടോപ്പ് ലെഫ്റ്റ് എല്ലാ ഡയഗ്രാം എടുത്ത് കണ്ടോ? ഇവിടെയൊക്കെ ഉണ്ട്. ചാറ്റിലിട്ടുണ്ട്. ചാറ്റിൽ നിന്ന് എടുത്തേ. ഇത് ക്രോക്ക്ഫോർഡിന്റെ പേജാണോ? ഇതിപ്പോ jason.org അതെ, ഇത് ഡഗ്ലസ് ക്രോക്ക്ഫോർഡിന്റെ പേജാ അത്. അപ്പൊ നിങ്ങൾക്ക് പാഴ്സൽ, അപ്പൊ ജേസന്റെ പാഴ്സർ ഇപ്പൊ ന്യൂട്ടൺ സോഫ്റ്റിന്റെ ആളിങ്ങനെ എഴുതിയായിരിക്കും അല്ലേ? അപ്പൊ ഈ നൊട്ടേഷൻ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് ആണ്. വിഷ്വലി കാണാൻ പറ്റും. BNF നെ ഇങ്ങോട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഈ സ്ലാങ് പോർട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ, AST എന്താണെന്ന് മനസ്സിലാവും. പിന്നെ മറ്റേ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്താണ്, പ്രിഫിക്സ് നൊട്ടേഷൻ എന്താണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. സെക്കൻഡില് BNF എങ്ങനെ മെക്കാനിക്കലി കോഡാക്കാം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും അങ്ങനെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ യുൽ ബി ഏബിൾ ടു ലേൺ എ ലോട്ട്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പാസ്കൽ ഇങ്ങനെയാണ് പണ്ട് അതിന്റെ സിൻഡെക്സ് ഡയഗ്രാം വരെയത്. നടന്നോട്ടെ, ഞാൻ പറഞ്ഞതുള്ളൂ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഒരു പാർസർ, ഈ ലെക്ചറിന് യൂസ് ചെയ്യുന്ന ഒരു പാഴ്സർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എനിക്ക് അത്രയും പ്രിപ്പയർ ചെയ്ത് എത്താൻ പറ്റിയില്ല. നമുക്ക് കോഡ് അനലൈസ് ചെയ്യാം ഉള്ളത്. അപ്പോ ഇത് പ്രൊസസ്സറിന്റെ റെപ്പോയാണ്. അതിൽ സ്റ്റെപ്പ് 2 ആണ് കാണുന്നത്. അതിൽ ഈ RD പാർസർ എന്ന് പറഞ്ഞ ഫയലുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ ലെക്ചറിനെ ഇൻഹെറിറ്റ് ചെയ്യണ ക്ലാസ് ആണ് RD പാർസർ. അപ്പൊ കറണ്ട് ടോക്കൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സേവ് ചെയ്ത് വെക്കാനുണ്ട് ഇവിടെ. RD പാർസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ സ്ട്രിങ്ങിന് എടുക്കും, എന്നിട്ട് അത് ലെക്ചറിനകത്തേക്ക് പാസ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് നമ്മളിവിടെ എടുത്തേക്കുന്നത് എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഇതാണ് എൻട്രി പോയിന്റ്. കോൾ EXPR എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. കോൾ EXPR ഗെറ്റ് ടോക്കണിനെ വിളിക്കും, അത് കറണ്ട് ടോക്കണിലേക്ക് അസൈൻ ചെയ്യും, എന്നിട്ട് EXPRനെ ഇൻവോക്ക് ചെയ്യും. കാരണം EXPR ആണ് ആദ്യത്തെ റൂൾ. ഞാൻ പറഞ്ഞ ശരിയാണ് സാറേ? അത് തന്നെ. അല്ല, അതിന് ഈ ഒരു വേർഡ് ഉണ്ട് ഇപ്പൊ BNF-ല്. ഇപ്പൊ ഇതിപ്പോ ടോപ്പ് ഡൗൺ ഗ്രാമർ ആണ്. അപ്പൊ ലെഫ്റ്റ് മോസ്റ്റ് സാധനത്തിന് ഗോൾ സിമ്പൽ എന്ന് പറയും. ഗോൾ സിമ്പൽ. BNF-ന്റെ ഒരു ലൈനിനെ പ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പൊ ഗോൾ സിമ്പലിൽ നിന്ന് അപ്പൊ LHS RHS ആണ് കിടക്കുന്നത്. അപ്പൊ LHS-ൽ ഗോൾ സിമ്പൽ ഉണ്ടാവും. റൈറ്റില് കുറെ ടെർമിനൽസും നോൺ ടെർമിനൽസും ഉണ്ടാവും. ഈ നോൺ ടെർമിനലാണെങ്കിൽ അത് വീണ്ടും ലെഫ്റ്റിൽ വന്നിട്ട് അങ്ങനെ ഡിസെൻഡ് ചെയ്ത് ഏറ്റവും അടിയിൽ ലീഫ് ഉണ്ടാവും. അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ഗോൾ സിമ്പല് ഇവിടെ എക്സ്പ്രഷൻ ആണ്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ ആ ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കോഡാക്കി മാറ്റാന്ന് മെക്കാനിക്കലി. മനസ്സിലായി? ഞാനവിടെ
ഈ സ്ട്രെങ്ത് കുറയ്ക്കാനാണ് ഞാൻ ഇവിടെ വയലായിട്ടേക്കണേ കോഡിൽ, പക്ഷെ അവിടെ ഇഫാ ഉണ്ടാക്കണം, ശ്രദ്ധിച്ചോ? ഇഫായാലും മതി. കണ്ട ഇവിടെ ആ എക്സ്പ്രഷനെ ഞങ്ങൾക്ക് കോഡാക്കിയേക്കണ കണ്ടോ? ഇഫാണ് ചെയ്തേക്കണേ, ഇവിടെ വയലാണ്, അത്രേ ഉള്ളൂ. ഓക്കെ. ഇത് വയലായതുകൊണ്ട് മൾട്ടിപ്പിൾ പ്രാവശ്യം ഓടുവോ? ഇല്ല, ഓടുമല്ലോ. അസോസിയേറ്റിവിറ്റി മാറും, അതാണ് പറഞ്ഞോ. ചില മൾട്ടിപ്പിൾ പ്രാവശ്യം ഓടും, പക്ഷെ ട്രീ കൺസ്ട്രക്ഷന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തായാലും മൾട്ടിപ്പിൾ പ്രാവശ്യം ഓടണമല്ലോ. ഇവിടെ അസോസിയേറ്റിവിറ്റി ആണ് മാറുന്നല്ലോ സാറേ, ലെഫ്റ്റിലോട്ട് അസോസിയേറ്റീവ് ആവും ഈ സാധനം. കാരണം മറ്റേത് നീ ഇഫ് വന്നിട്ട് പിന്നെ റിക്കേഴ്സീവ് കോളാം. അപ്പൊ നീ ട്രീയുടെ ലെഫ്റ്റ് കൺസ്ട്രക്ട് ചെയ്ത് പിടിച്ചിട്ട് നിനക്ക് ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ റൈറ്റ് സബ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്ന നീ പിന്നെ പറയണേ, മനസ്സിലായി? അപ്പൊ റൈറ്റിലോട്ടുള്ള ട്രീ കൺസ്ട്രക്ട് ചെയ്തിട്ട് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് വേണ്ട സാധനം റീഡ് ചെയ്തെടുത്തിട്ട് ഫസ്റ്റ് ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്തിട്ട് പിന്നെയും അതിന് ലെഫ്റ്റിലോട്ട് അസൈൻ ചെയ്ത് വെക്കാണ് ചെയ്യണേ. പറഞ്ഞു. മറ്റേത് വെറുതെ സ്കീമ കാണിച്ചിട്ടുള്ളൂ, ഇവിടെയാണ് ആക്ച്വൽ കോഡ് വർക്ക് ചെയ്യണേ. അതായത് ഇത്രേ ഉള്ളൂ. എക്സ്പ്രഷൻ പാഴ്സ് ചെയ്യണേക്ക് മുമ്പ് കണ്ടോ ടേമിലോട്ട് പോകും, ടേം അത് പാഴ്സ് ചെയ്യണേക്ക് മുമ്പ് ഫാക്ടറിലോട്ട് പോകും. ഫാക്ടറാണ് ലീഫ്. ഫാക്ടറിന്ന് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞിട്ട് ടോക്കൺ നോക്കിയിട്ട് അതിലേക്ക് വന്ന എക്സ്പ്രഷൻ ടേമിലോട്ട് പോയേ. ടേമിന് മുമ്പ് ഫാക്ടറിലോട്ട് പോകണ ആ ഫാക്ടറാണ് ടേമിനൽ, ഫാക്ടറിലോട്ട് പോകും. കണ്ട ഫാക്ടറിൽ സ്വിച്ച് കേസ് ഉണ്ടാവും, നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ. ഇതാണ് ലീഫ്. അവിടെ ഓപ്പണിംഗ് പാരന്തസിസ് വന്നാൽ വീണ്ടും എക്സ്പ്രഷനിലോട്ട് തിരിച്ചു പോകും. കണ്ടോ, റിക്കർസീവ് ആയിട്ട്. അതെ, അവിടെ ഉണ്ട്, എക്സ്പ്രഷൻ ഉണ്ട്. ഓപ്പണിംഗ് ഓപ്പാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ടോക്കൺ എടുത്തിട്ട് പിന്നെ എന്താണ് എക്സ്പ്രഷനിലോട്ടല്ല പോണേ. അതെ, റിക്കർസീവ്. അതായത് ആ ഗ്രാമറിൽ ഒരു പ്രൊഡക്ഷൻ എങ്ങനെ കോഡാക്കി മാറ്റാന്നാ കാണിക്കുന്നത് ശരിക്കും. ആ പ്രൊഡക്ഷൻ എങ്ങനെ പോയി ടെർമിനലിൽ എത്തുന്നു. എവിടെയാ ഡൗട്ട് ഉള്ളേ? അല്ല, BNF വായിക്കുമ്പോഴേ ഗോൾ സിമ്പൽ ഉണ്ട്, പിന്നെ ലീഫ് നോഡ് ഉണ്ട്. ഗോൾ സിമ്പലിന്റെ LHSല് ഗോൾ സിമ്പൽ ആണെങ്കിൽ RHSല് നോൺ ടെർമിനൽസ് ആണ്. എവിടെയൊക്കെ നോൺ ടെർമിനൽ ഉണ്ട് അത് വീണ്ടും LHSല് അപ്പിയർ ചെയ്യും. അപ്പൊ അങ്ങനെ അതിന്റെ ഡെഫിനേഷൻ പോയി ലീഫിലെത്തും. അപ്പൊ ഇവിടെ ഫാക്ടറാണ് ലീഫ്, മനസ്സിലായി? ഫാക്ടറിന്റെ ഉള്ളിലെ നമ്പർ ഒക്കെയാണ് ലീഫ്, മനസ്സിലായില്ലേ? പക്ഷെ അവിടെ ബ്രാക്കറ്റിലെ എക്സ്പ്രഷൻ വരുന്നുണ്ട് വീണ്ടും റിക്കർസീവ് ചെയ്യും. അപ്പൊ ഇതൊരു റിക്കർസീവ് സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ആർബിട്രറി എക്സ്പ്രഷൻ പാഴ്സ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എങ്ങനെ ഒരു പ്രൊഡക്ഷൻ കോഡാക്കണം എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. തൊട്ടടിയിൽ എക്സ്പ്രഷൻ, പിന്നെ അതിന്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ ടേം എങ്ങനെയാണ് ആക്കണേ എല്ലാം ഉണ്ട് അവിടെ അടിയിലേക്ക് വന്ന് മറ്റേ ഡോക്യുമെന്റില് ഉണ്ടോ. പിന്നെ ഫാക്ടറിലോട്ട് വരും. ആ കാണുന്നത് എങ്ങനെ മോഡൽ ചെയ്യണമെന്നാണ് കാണിച്ചേക്കണേ. അതാണ് ഇപ്പുറത്തെ കോഡ് കണ്ടത്. ഈ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ സ്ലാങ് പഠിച്ചു, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അതായത് കോൾ എക്സ്പ്രഷനിൽ ഫസ്റ്റ് ടോക്കൺ എടുത്തിട്ട് എക്സ്പ്രഷനിലേക്ക് പോകും, എക്സ്പ്രഷൻ ഫാക്ടറിലോട്ട് പോകും, അല്ല എക്സ്പ്രഷൻ ടേമിലോട്ട് പോകും, ടേം ഫാക്ടറിലോട്ട് പോകും, ഫാക്ടറിൽ സ്വിച്ച് കേസ് ചെയ്തിട്ട് തിരിച്ചു വരും. ടേമിന്റെ അവിടുത്തെ കോഡ് നോക്കിയേ അരുണേ, കണ്ടോ? ടേം ടേമില് എന്താ നോക്കൂ, കണ്ടോ അവിടെ അതായത് പ്രസീഡൻസ് കൂടിയത് ഫാക്ടറിന്റെ അടുത്തേക്ക് വരും. ഇവിടെ കിട്ടിയ ഓപ്പറേറ്റർ പ്രസീഡൻസ് ഇംപ്ലിസിറ്റ് ആണ് ഇവിടെ. എക്സ്പ്രഷനിൽ അഡീഷണൽ ഓപ്പറേറ്റർ ആണെങ്കിൽ ടേമില് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ ഇപ്പൊ അനിയന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധത്തിൽ പിള്ളേരിനെയും കണ്ടറിയാം. ഈ ഫാക്ടർ ഈസ് വാട്ട് യു മൾട്ടിപ്ലൈ ആൻഡ് ടേം ഈസ് വാട്ട് യു ആഡ്. അങ്ങനെ ഉണ്ട്, 6ാം ക്ലാസ്സിൽ ഞാൻ കണ്ട്. അപ്പൊ അതെങ്ങനെ കോഡാക്കി മാറ്റാന്നാ കാണുന്നത്. അപ്പൊ ഇത്രയൊന്ന് ഇത് കഴിഞ്ഞാല് ഈ എന്താ പറയാ, പിന്നെ മെക്കാനിക്കലാണ്. എക്സ്പ്രഷൻ പാഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്പൈലർ അത്ര വലിയ ഡിഫിക്കൽട്ടി ഇല്ല.
വേരിയബിൾ ഒക്കെ എങ്ങനെ റെസൊല്യൂഷൻ, ബാക്കിയൊക്കെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും. അപ്പൊ സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 4ആണ് ഇതിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഉള്ളൂ. ഇത് ഇപ്പൊ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഒരു 3-4 പ്രാവശ്യം നോക്കിയാൽ മതി. കാരണം ലോകത്തുള്ള എല്ലാ ടോപ്പ് ഡൗൺ പാഴ്സർ ഇതിനെ റിക്കർസീവ് ഡിസെന്റ് പാഴ്സിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞത്. ഒന്ന് അടിച്ച റിക്കർസീവ് ഡിസെന്റ് പാഴ്സിംഗ്. ആരുടെ റിക്കർസീവ് ഡിസെന്റ്, DESCENT പാഴ്സിംഗ്. വിക്കിപീഡിയ പേജ് എടുത്ത് നോക്കിയാൽ മതി. ഉണ്ടോ അതിന്റെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഫുള്ള് ഗ്രാമറും ഒക്കെ ഉണ്ടാവും. നോക്കി സ്ക്രോൾ ചെയ്ത് നോക്കി എന്തേലും. അതെ കണ്ടോ, ഇവിടെ ഗ്രാമർ ആണോ? അത് ആണല്ലോ. ഇതെന്ത് ചെയ്യുന്ന പാഴ്സറാ? PL0 ഏതാ? PL0 ആണോ? ആ PL0 എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ബുക്കിന്റെ ആണ്. നിങ്ങൾ എടുക്കാമോ? മറ്റേ വേറൊരു ഇതെടുക്കാമോ? ഡാറ്റ അൽഗോരിതം പ്ലസ് ഡാറ്റ സ്ട്രക്ചർ ഇസിക്കൽ ടു പ്രോഗ്രാം. വേറൊരു ഇതെടുക്കും. അൽഗോരിതം പ്ലസ് ഡാറ്റ സ്ട്രക്ചർ ഇസിക്കൽ ടു പ്രോഗ്രാംസ്. ഈ ബുക്ക് ഡൗൺലോഡ് ആക്കിയാൽ അവിടെ എവിടെയൊക്കെ ഇതില് PL0 എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ട്. അതിന്റെ ഗ്രാമറാണ് പറയണത്. ഈ ബുക്കില് ഇത് പണ്ട് 1075 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മാക്സിമം 200 രൂപ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിന്റെ ഈ ബുക്കിന്റെ ഉള്ളില് PL0ന്റെ ഗ്രാമർ ഉണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് 1 മാതിരി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് 0. IBMന്റെ ആയിരുന്നു PL1. അപ്പൊ ആ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സിൻടാക്സ് ഡയഗ്രം എല്ലാം ഉണ്ട്. അപ്പൊ ഒറ്റയടിക്ക് പിടികിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അതായത് ആ എക്സ്പ്രഷൻ നോക്കിട്ട് കണ്ട, ഇതിപ്പോ കോഡാക്കി മാറ്റി. ഇതിപ്പോ ഏത് ലാംഗ്വേജ് അവർ ഉപയോഗിച്ചേ? ചെറുതായിട്ട് കാണുള്ളൂ ഞാൻ. പാസ്കലാന്ന് തോന്നുന്നത് അല്ലേ? അല്ല സി ആ. അത് പതുക്കെ C# എന്തെങ്കിലും പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതും അറിയാൻ പറ്റും. അല്ല ഇപ്പൊ ഇതിന്റെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ നമ്മള് പറയൂലേ CSV വാഴ്സ് ചെയ്യാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈവ് പാഴ്സറാ, ഹയറാർക്കിക്കൽ അല്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു SQL വാഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ JSON പാഴ്സർ ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ഓരോ ടോക്കൺ ബൈ ടോക്കൺ ആയിട്ട്, ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് സ്കാൻ ചെയ്തിട്ട് ടോക്കൺ ആക്കി മാറ്റി ടോക്കണിന്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ച് AST മാതിരി ഒരു സാധനം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ അത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു അൽഗോരിതത്തിന്റെ പേര് LLK അൽഗോരിതം, അഥവാ റിക്കർസീവ് ഡിസെന്റ് പാഴ്സിംഗ് വിത്ത് K ടോക്കൺ ലുക്ക് അഹെഡ്. അതിന്റെ സ്പെഷ്യലൈസ്ഡ് ഫോം ആണ് 1 ടോക്കൺ ലുക്ക് അഹെഡ്. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കണേ, LL1. ഇപ്പൊ LR1 എന്ന് പറഞ്ഞ ഗ്രാമർ ഉണ്ട്. ഇതിപ്പോ ഇത് ടോപ്പ് ഡൗൺ ഗ്രാമർ ആണ്, ബോട്ടം അപ്പ് ഗ്രാമർ ഉണ്ട്. അതൊക്കെ പിന്നെ എപ്പോഴേലും പഠിക്കാം. പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് വൺസ് റെഗുലർ എക്സ്പ്രഷൻ ഓഫ് ടോക്കൺസ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ലെക്സിക്കൽ അനലൈസർ എഴുതാം. ഗ്രാമർ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാമറിനെ മെക്കാനിക്കലി ഒരു ടൂൾ ലൈക്ക് ആൻഡ്ലറോ യാക്ക് വെച്ചോ അല്ലെങ്കിൽ കൈകൊണ്ട് നിങ്ങൾക്ക് ട്രീ ഉണ്ടാക്കാം, AST ഉണ്ടാക്കാം. ആ AST ഉണ്ടാക്കാനുള്ള നിങ്ങൾ എഴുതുന്ന കോഡിന്റെ പേരാണ് റിക്കർസീവ് ഡിസെന്റ്. അപ്പൊ റിക്കർസീവ് ഡിസെന്റ് വിക്കിപീഡിയ പേജിലും പല സ്ഥലത്തും വെൽ ഡോക്യുമെന്റഡ് ആണ്. അപ്പോ ആ BNF വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നാളെ നിങ്ങൾ സ്കാല മാതിരിയുള്ള ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ F# കമ്പ്യൂട്ടേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, പാറ്റേൺ മാച്ചിങ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ BNF നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കിട്ടിയാലല്ലേ? അതാണ് അതിന്റെ ഗെയിം. അത് ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് ആ എഫർട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേ യു സീ പ്രോഗ്രാമിംഗ് വിൽ ചേഞ്ച്. ജോയ് ഐഡിയ കിട്ടിയോ? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ജോയ്?
ഞാൻ മ്യൂട്ടായിരുന്നു. അല്ല ജോയി, അതായത് നമ്മളിപ്പോ CSV ലെക്സിയ എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് പാഴ്സ് ചെയ്യാന്നുള്ളത് അത് അത്രയും വലിയ ഡിഫിക്കൽട്ട് പാഴ്സർ അല്ല. റിക്കർസീവ് സ്ട്രക്ചർ ഉള്ള ഗ്രാമർ പാഴ്സ് ചെയ്യുമ്പോ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഉണ്ട്. അത് കണ്ണും പൂട്ടി കോഡാക്കാൻ ടെക്നിക്ക് ഉണ്ട്. ഇപ്പൊ എക്സ്പ്രഷനിൽ എങ്ങനെ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ PL0 നോക്കാം, JSON ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ചെറിയ ചെറിയ പാഴ്സർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടും. അപ്പൊ ശരത്തൊരു ആൻഡ്ലറിന്റെ സെഷൻ എന്തായാലും എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഇങ്ങനെ കൂടി എഴുതണ്ട, ആൻഡ്ലർ ജനറേറ്റ് ചെയ്ത് തരും ആ കോഡ്. മറ്റേ ഇവിടെ കിട്ടിയാ ഹാൻഡ്ലർ വെച്ചപ്പോ ഈ ഇതുപോലെ കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അല്ല കോഡ് അത് നമുക്കറിയേണ്ട കാര്യം. DSL-ടെ ഞാൻ ഈ XML ഫയല് നമുക്ക് എന്താണ് പാഴ്സ് ചെയ്യേണ്ടി വരുമ്പോ, അത് ജനറേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ, റീഡ് ചെയ്യേണ്ടി വരുമ്പോഴും ഞാൻ ചെയ്യണത് ഈ അതിൽ നമ്മുടെ മറ്റേ മൈക്രോസോഫ്റ്റ് നെയിം സ്പേസിനുള്ളിൽ നമുക്ക് XML ഇതുപോലെ കോഡാക്കി മാറ്റാം. അതിന്റെ പ്രോഗ്രാം ചെയ്ത് തരും. മനസ്സിലായത്? അത് തന്നെ കോഡോ നമുക്കപ്പം അല്ല ഞാനിവിടെ ഉദ്ദേശിച്ചതല്ല. ഇപ്പൊ നാളെ നമുക്കൊരു നോൺ ട്രിവിയൽ ലാംഗ്വേജിന്റെ പാഴ്സർ എഴുതണമെന്നുണ്ടെങ്കിൽ മെയിൻ പ്രശ്നം എന്താ പറയുക ജോയ്, ഇപ്പൊ പണ്ടൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്, ഇപ്പൊ മിക്ക പ്രോഗ്രാമേഴ്സ് നീഗ്രോ പാഴ്സിംഗ് അൽഗോരിതം പറഞ്ഞു. അപ്പൊ ചെറുപ്പത്തിലെ കളിയൊക്കെ പറഞ്ഞിരുന്നുണ്ടല്ലോ, വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. അപ്പൊ ഫോർമൽ പാഴ്സിംഗ് അൽഗോരിതത്തെ കുറിച്ചിട്ടുള്ള ജ്ഞാനം ഇതിനു വേണ്ടി മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. പിടിയാ അപ്പൊ ആ പെയിൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കുറച്ചു മുമ്പ് ലാലൊരു പേറോൾ പ്രോഗ്രാമിനെ എൻറ്റയർ AST കൈകൊണ്ട് ഉണ്ടാക്കി. മനസ്സിലായില്ലേ? അത് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അറിയണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. പിടിയാ അല്ല. അപ്പൊ ഇത് എന്താ പറയുക, ഇപ്പൊ ഞാനിപ്പോ ഈ സ്ലാങ് എഴുതി കഴിഞ്ഞപ്പോ ഇതൊരു പ്രൊജക്ട് ഡെല്ലിന് വേണ്ടി ഒരു റൂൾ എഞ്ചിൻ എഴുതിയപ്പോ ഉണ്ടായതാ. അത് കഴിഞ്ഞിട്ട് ഞാനിത് കമ്പൈലറായിട്ട് 2008 ഒരു ഇവന്റിന് എടുത്തു. പിന്നെ ഇത് ഓപ്പൺ സോഴ്സ് ചെയ്തപ്പോ നമ്മുടെ നാട്ടിലെ പല അണ്ണന്മാർക്കും ഒരു ഫെല്ലോ ഇന്ത്യൻ്റെ കമ്പൈലർ എഴുതാൻ പഠിക്കാൻ ഭയങ്കര മടിയാ. മനസ്സിലായില്ലേ? അല്ലല്ല ഇനി ചെയ്താൽ തന്നെ മറ്റേ സായിപ്പ് മാർക്കർ അടിച്ചു കൊടുക്കും. നമുക്ക് കുഴപ്പമൊന്നുമില്ല. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതൊരിക്കലും പഠിക്കില്ല. അപ്പൊ ഞാൻ കാരണം ഇപ്പൊ DSL, കമ്പൈലർ, ലെക്സ്, യാക്ക് പഠിക്കാത്ത ആൾക്കാരുണ്ട് 100ഓളം പേര്. എന്നോടുള്ള വെറുപ്പുണ്ട് ജോയി. അല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ലാംഗ്വേജ് ഒന്നും എഴുതാൻ പോകില്ല, പിന്നെ എന്തിനാ കമ്പൈലർ ഉണ്ടാക്കണമെന്നൊരു തോന്നൽ കൂടി ഉണ്ടല്ലോ. അല്ല അങ്ങനെയല്ല. എന്നിട്ട് ഇതേ ആൾക്കാർ ഭയങ്കര കേമന്മാരാന്ന് പറയും പ്രോഗ്രാമിങ്ങില്. ജോയി ഇപ്പൊ എന്താ വെച്ചാൽ ഇതൊരു പ്രശ്നമുണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ. ചില കാര്യം ഇപ്പൊ കമ്പൈലർ എഴുതാൻ അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് അധികം ഐഡിയ ഉണ്ടാവില്ല. ബ്ലാക്ക് ബോക്സ് ആയിട്ട് ആ ടൂൾ ഉപയോഗിക്കുമ്പോ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മെക്കാനിക്കൽ സ്കിൽസ് വെക്കും. അതെ, പക്ഷേ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ ആൻഡ്ലർ ഉപയോഗിക്കുക. ആൻഡ്ലർ ഉപയോഗിക്കുക മാത്രമല്ല, ആൻഡ്ലറിന്റെ ഇന്റേണൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാർജ് ക്ലാസ് ഓഫ് പ്രോഗ്രാംസ് ചെയ്യാം. അപ്പൊ അതിലോട്ടുള്ള ഒരു പ്രയാണമായിരിക്കണം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പല ആൾക്കാരും നീ അറിയാം സ്ലാങ് സ്റ്റെപ്പ് 1 to സ്റ്റെപ്പ് 7 വരെ പോട്ടി, പിന്നെ അതിനെ കുറിച്ച് ഒന്നും ചെയ്യൂല. അപ്പൊ കമ്പൈലർ എഴുതിയെന്നുള്ള അപവാദമായി ഒന്നും അറിഞ്ഞൂടാ. അതിന് പകരം സ്റ്റെപ്പ് 1 തന്നെ ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ സയൻസിൽ ഒരു 50ഓളം എക്സസൈസ് ഞാൻ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ 7 ഇതിന്റെ ഉള്ളിൽ. ഇപ്പൊ ശരത്ത് ലാംഡയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു ജോയി, മനസ്സിലായില്ലേ? അതായത് ലാംഡ ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പൊ ഇതിലിപ്പോ റിക്കർഷൻ, എല്ലാവർക്കും റിക്കർഷനൊക്കെ ഇപ്പൊ ഇതാണ്. പക്ഷെ റിക്കർഷൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണേ? ഇനിയിപ്പോ ഇതിന്റെ പുറകിലൊരു ചെറിയ വെർച്വൽ മെഷീൻ എഴുതാം. അപ്പോ ഇങ്ങനെ ട്രാൻസ് കമ്പൈലർ എഴുതി നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞാല് സ്കൈസ് ദ ലിമിറ്റ്. അപ്പൊ അത് ഒരു ഓർഡിനറി പ്രോഗ്രാമറിൽ നിന്ന് നിങ്ങളെ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, സ്കില്ലനായിട്ട് മരിക്കേണ്ടി വരും ജോയ്. അല്ല, സ്കില്ലൻ എന്ന് പറഞ്ഞാല് ഈ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ അത് കോമൺ സെൻസ് വെച്ച് ലോകത്തെ തോപ്പിക്കാന്നാണ് നമ്മുടെ നാട്ടുകാർ വിചാരിക്കും. അത് പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇതിലോട്ട് പതുക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് 2
ഇത് ചെയ്ത് കഴിഞ്ഞാൽ BNF-ഉം ആ സാധനമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേ യു തിങ്ക് അബൌട്ട് പ്രോഗ്രാമിംഗ് വിൽ ചേഞ്ച്. പിന്നെ ഒരു ബുക്ക് ഉണ്ട് SICP എന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ വായിക്കാന്നുള്ളത് മെക്കാനിക്കൽ ആയിരിക്കും. ഒന്ന് എടുക്കാവോ? സ്ട്രക്ചർ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. ഇതിന്റെ ജാവാസ്ക്രിപ്റ്റ് വെർഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ. അത് സിംഗപ്പൂരിലെ ഒരു യൂണിവേഴ്സിറ്റി എഴുതിയ, പക്ഷെ അത് സഫാരിയുടെ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനിലും അവരുടെ തന്നെ ഒരു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എഴുതിയിട്ടുണ്ട് അവര്, മറ്റേ ബ്രൗസർ ബേസ്ഡ്. അതിൽ വർക്ക് ചെയ്യും ഈ കോഡ്. അപ്പൊ ഇത് സ്കീം എന്ന് പറഞ്ഞ ലാംഗ്വേജ് വെച്ചാ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് SICP ജാവാസ്ക്രിപ്റ്റ് വെർഷൻ നോക്കി അത് വാങ്ങിക്കാൻ കിട്ടുക ബുക്ക്. ജാവാസ്ക്രിപ്റ്റ് എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ. അതിന്റെ PDF ഉണ്ട്, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ബെഡ് സൈഡ് റീഡിങ്ങിന് പറ്റിയ ബുക്കാ അത്, മനസ്സിലായോ? അങ്ങനെയല്ല. അപ്പൊ ജോയ്, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസിന്റെ എണ്ണം കൂടും. ഇവിടെ കിട്ടിയാ? അല്ലെങ്കിൽ എന്താ പറയാ, ഈ ബേസിക് ടെക്നിക്സ് പഠിക്കാതെ ഈ എന്താ പറയാ, ഇത് പ്രശ്നം എന്ന് അറിയാമോ? നമ്മുടെ നാട്ടിലെ വെള്ളക്കാരനല്ല ബുദ്ധിയുള്ളൂ. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് കാൽക്കുലസ് അറിയാം, ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഈ എന്താ പറയാ അനലിറ്റിക്കൽ ജോമെട്രി അറിയുന്ന വെള്ളക്കാരനെ പൊക്കി പറയും. എന്നിട്ട് അവനെ പൊക്കി പറയാൻ വേണ്ടി ഇവർ ആൾജിബ്ര പഠിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അനുരാജ് എന്ന് പറഞ്ഞ പുള്ളി ഉണ്ട് കേട്ടോ. പുള്ളി ബ്ലോഗ് എഴുതും, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബ്ലോഗ്, വെച്ചാൽ ഫാക്ച്വലി കറക്റ്റാ പുള്ളി. അപ്പൊ ഞാൻ അത് കൊടുക്കുമ്പോ ഇവരാരും വായിക്കൂല. പക്ഷെ ഈ അയാളുടെ ബ്ലോഗ് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് നമ്മുടെ നാട്ടിലായിട്ടുണ്ട്. കിട്ടിയാ? അല്ലെങ്കിൽ മോശം സമതാനിക്കൊക്കെ കിട്ടും. അല്ല, അപ്പൊ ആ ഒരു ഇതുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോ അതങ്ങോട്ട് പഠിച്ചെടുക്കുക. അപ്പൊ അരുണേ, അപ്പൊ ആ ഒരു ഐട്രേറ്റീവ്ലി അത് കുറെ BNF ഗ്രാമർ എടുക്കുക, ചെറിയ എന്നിട്ട് അതിന് വാഴ്സർ എഴുതി നോക്കുക. അപ്പൊ ആ നാക്ക് കിട്ടും അതിന്റെ. മനസ്സിലായില്ലേ? ഓപ്പറേറ്റർ പ്രൊസീഡൻസ് എങ്ങനെ ഉറപ്പുവരുത്തുന്നേ, അപ്പൊ അങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോ ശരിയാവും. ചെറുത് മറ്റേന്റെ ഒന്ന് lexicon.java ഇല്ല, അതിന്റെ ജനറിക് ഇന്റർപ്രിറ്ററിന്റെ, അതൊന്ന് പോർട്ട് ചെയ്തിട്ട് നോക്കാം. അതിലല്ല SLR1 ഒക്കെ ഉണ്ട് അതിന്റെ അടുത്തുള്ള LL1 ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതില് സ്ലാങ്ങിന്റെ ബുക്ക് ഒന്ന് ഷെയർ ചെയ്യോ എനിക്ക്? അല്ല, അത് ഗിറ്റബ് കിടപ്പുണ്ട്. ഒന്ന് ഗിറ്റബിന്റെ ലിങ്ക് ഒന്ന് കിട്ടിയോ? അതിലുള്ള എടുത്തോ. ചാറ്റിലേക്കൂടെ ഇപ്പൊ സ്റ്റെപ്പ് 2 അവസാനം ആവുമ്പോ ഇതുപോലെ സ്ട്രിങ് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഫുൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ കാണിച്ച് -2 ഇത്രയും പ്രസന്റേഷനുള്ള. അല്ല, അപ്പൊ ബേസിക് ഐഡിയ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പില്
കൈകൊണ്ട് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുക. നമ്മുടെ ഇത് ഏതാ AST. AST. പിന്നെ അതിനൊരു ലെക്സിക്കൽ അനലൈസറും പാഴ്സറും എഴുതുക. അപ്പോൾ ഗ്രാമർ എന്താന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, BNF എന്താന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പില് സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രിന്റ് സ്റ്റേറ്റ്മെന്റും പ്രിന്റ് ലൈനും. സ്റ്റെപ്പ് 4 ഇത് സിമ്പിൾ ലാംഗ്വേജ് ആണ്, 3 ഡാറ്റ ടൈപ്പ് ഉള്ളൂ. അപ്പൊ സിമ്പിൾ ടേബിൾ എങ്ങനെയാണ്, വേരിയബിൾസ് എങ്ങനെ റിസോൾവ് ചെയ്യാന്നൊക്കെയാണ്, ടൈപ്പ് ചെക്കിംഗ് ഒക്കെ. 5th ഇതെങ്ങനെ കമ്പൈലർ ആക്കാന്നാണ്, IL ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 6th കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ്, ഈഫും വൈലും. 7th ഫംഗ്ഷൻ ആണ്. പിന്നെ ഈ ലാംഗ്വേജിന് ഒരു ഗുണമുണ്ട്, 1 പാസ് കമ്പൈലർ ആണെങ്കിൽ റിക്കർഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യണേ. അപ്പൊ ശരത്ത് വേണമെങ്കിൽ ഒരു ദിവസം ലാംഡ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഫംഗ്ഷൻ പ്രോഗ്രാമിങ്ങിന്റെ മുകളിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. പിന്നെ പുള്ളിയുടെ ഒരു ഇന്നോവേഷൻ ഉണ്ട്, ചീപ്പ് ടൈപ്പ് ഇൻഫറൻസ് എഞ്ചിൻ എന്താന്ന് വെച്ചാൽ അങ്ങനെയല്ല, ശരത്ത് ഒരു ടൈപ്പ് ഇൻഫറൻസ് എഞ്ചിൻ എഴുതിട്ടാ ലാലെ. അപ്പൊ 27 കോമ്പിനേഷൻ, 3 വേരിയബിളിന് 27 കോമ്പിനേഷൻ ചെക്ക് ചെയ്യണം. പുള്ളി അത് അന്ന് പുള്ളി ജനറിക്സ് ഇംപ്ലിമെന്റ് അല്ല മറ്റേ ലാംഡ ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ്. അപ്പൊ അത് ചെയ്ത, അപ്പൊ അതിനെ ഞാൻ വിളിച്ചതാ ചീപ്പ് ടൈപ്പ് ഇൻഫറൻസ് എഞ്ചിൻ. ഈ ലാംഡ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണമായിരുന്നു, അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടൈപ്പ്, അതായത് സ്ട്രക്ചറൽ ടൈപ്പിംഗിന്റെ എലമെന്റ്സ് വേണമായിരുന്നു ലാംഡ സപ്പോർട്ട് ചെയ്യാൻ. അല്ലല്ല, പിന്നെ ട്രാൻസ്കമ്പൈലർ എഴുതണമെങ്കിൽ അല്ല, അതൊരു ഇന്നോവേഷൻ ആയിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ പക്ഷേ ഈ ബഹുമാന പുരസ്സരം പറയുന്നത് കേട്ടോ. അങ്ങനെയല്ല, ഇതിപ്പോ എന്താ അറിയാവോ, അപ്പൊ ഈ മറ്റേ ഈ ലാംഡ കറക്റ്റ് ആയിട്ട് മിക്കവരും മര്യാദക്ക് ചെയ്യാറൊന്നുമില്ല. ഇപ്പൊ ലാംഡ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ ഒരു ചെറുച്ചിലും എടുക്കാമല്ലോ. ശരത്ത് കുറെ പേര് ചൊറിയണ കണ്ടിട്ടുണ്ട്. ഇപ്പൊ വേറെ ടൈപ്പ് ഇൻഫറൻസിന് വേണ്ടിയുള്ള വർക്ക് തുടങ്ങിയതാണ്. ഇപ്പൊ ഒരു FS ലാങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഫങ്ഷണൽ ലാംഡ കാൽക്കുലസിന്റെ ഇന്റർപ്രറ്റർ ഉണ്ട്. ഒരു നിതിൻ വർഗീസും സിനാനും ചെയ്തിട്ടുണ്ട്. പിന്നെ നിതിൻ വർഗീസ് അതിനെ യൂണിഫിക്കേഷൻ എഞ്ചിനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ടൈപ്പ്ഡ് ലാംഡ കാൽക്കുലസ് ഇന്റർപ്രറ്റർ ഉണ്ടാക്കി ഇതിൽ ക്ലാസ്സും കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജനറിക്സ് ഇല്ലാത്തൊരു നല്ല ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇത്തിരി എഫർട്ട് എടുത്ത ജനറിക്സ് എളുപ്പമാണ്, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഈ ഹൗ ദിസ് മാജിക് വർക്ക്സ് എന്നുള്ളത് എളുപ്പമാണ്. ഇപ്പൊ ആ ഒരു ന്യൂഹെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അല്ല നമ്മുടെ അരുണ പറഞ്ഞേ ഇങ്ങനെ എന്താ പറയാ, നിങ്ങൾ ഒരു കമ്പനിയിലാന്ന് അന്ന് അരുൺ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് അടുത്താണ് മീറ്റ് ചെയ്തത്. ഏതാ? ഞങ്ങള് പിറ്റ്സിൽ 7 കൊല്ലമായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് മീറ്റ് ചെയ്തത്. നിങ്ങൾ SICP ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങളുടെ പടം കാണിച്ചു എന്ന് അരുൺ പറഞ്ഞു. അപ്പൊ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്താ? ഇല്ല, സ്റ്റോപ്പ് ചെയ്യട്ടെ. സ്റ്റോപ്പ് ചെയ്തോ? ഇനിയിപ്പോ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ. അപ്പൊ